ഹായ്, ഞാൻ ജോയ് ചീരൻ, കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ ധാരാളമായിട്ട് കണ്ടുവരുന്ന കാര്യമാണ് ടെൻഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ മനസ്സിൻ്റെ ആരോഗ്യം വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. വിവിധ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥകളൊക്കെ തകർന്നടിഞ്ഞു, കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞു അംഗങ്ങൾ തമ്മിൽ. അതുപോലെ തന്നെ ഒരു ഡിജി യുഗത്തിൽ നമ്മളിന്ന് ജീവിക്കുന്നത് തന്നെ. മിക്കവാറും കൂട്ടുകുടുംബങ്ങളും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളും പോലും ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് കുടുംബങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലരും വളരെ പിരിമുറുക്കത്തോടു കൂടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം പാരഡോക്സ് അല്ലെങ്കിൽ വിരോധാഭാസം നമുക്ക് തോന്നും. കാരണം നമ്മളുടെ ഈ ദേശീയ ശരാശരിയേക്കാൾ സ്ഥിതിവിവരക്കണക്കുകൾ പറയുന്ന ആത്മഹത്യാ നിരക്ക് നമ്മുടെ കേരളത്തിൽ വളരെ കൂടുതലാണ്. എന്നാൽ വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെ മുന്നിലാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ചോദ്യം അവിടെ നിൽക്കട്ടെ. ഇന്ന് ആത്മഹത്യാ നിരക്ക് കൂടുന്നു എന്നുള്ളതിൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ പിന്നിലാണ്, മനസ്സിൻ്റെ ആരോഗ്യം വളരെ പിന്നിലാണ്. നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം അത് പെട്ടെന്ന് തന്നെ അഡ്രസ്സ് ചെയ്യുന്നു. നമുക്ക് ആരുടെ അടുത്തേക്ക് പോകണം, എങ്ങനെയാണ് അതിനെ പുഷ്ടിപ്പെട്ട് തിരിച്ചു കൊണ്ടുവരാൻ, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് കുറേയൊക്കെ അറിയാം. അതിനുള്ള അവയർനെസ് നമുക്കുണ്ട്. പക്ഷേ മനസ്സിൻ്റെ ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിന് കൊടുക്കുന്ന ഭക്ഷണം എന്താണെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാറില്ല. ആരും നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാറില്ല. ഒരു സൈക്കോ എഡ്യൂക്കേഷൻ പോലും ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ മനസ്സിൻ്റെ ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ലക്ഷണമാണ് ഡിപ്രഷനോ ആങ്സൈറ്റിയോ പാനിക് അറ്റാക്കോ അതുപോലെ തന്നെ OCDയോ ഒക്കെ പോലുള്ള, അതുപോലെ തന്നെ കുട്ടികളെ ബാധിക്കുന്ന ADHD പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ LD ലേണിംഗ് ഡിസബിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് സർവ്വവ്യാപകമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇതിനൊക്കെ എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പറയാറുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു മൈനർ മെൻ്റൽ ഡിസോർഡർ നമ്മൾ പറയാറുണ്ട്. സൈക്കോളജിയിൽ പറയുന്നൊരു കാര്യമാണ് മൈനർ മെൻ്റൽ ഡിസോർഡർ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ചെറിയ ചെറിയ സൈക്കോ തെറാപ്പിയും കൗൺസിലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമുക്കത് മേജറായി കഴിഞ്ഞാൽ അതിന് മേജർ മെൻ്റൽ ഡിസോർഡർ നമ്മൾ പറയാറുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് മരുന്ന് പോലുള്ള സൈക്കാട്രി ഒക്കെ അതിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ടെൻഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കപ്പെടുന്ന ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും അതുപോലെ തന്നെ OCDയും ചെറിയ ചെറിയ മൈനറായിട്ടുള്ള മെൻ്റൽ ഡിസോർഡറിനൊക്കെ തന്നെ നമുക്ക് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ, ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെ, സൈക്കോ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ സൈക്കോ തെറാപ്പി, കൊച്ചു കൊച്ചു കൗൺസിലിങ്ങിലൂടെ ഒക്കെ തന്നെ നമുക്കതിന് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു അവയർനെസ്സിൻ്റെ ഒരു കുറവുണ്ട് നമ്മുടെ സമൂഹത്തിൽ. സമൂഹം ഒരുപാട് വിദ്യാസമ്പന്നരാണ്. എന്നാൽ മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു അറിയില്ലാത്ത ഒരു പ്രശ്നം കൂടി ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളതിന്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും നമ്മളെ തലമുറ, അല്ലെങ്കിൽ നമ്മൾ ഈ തലമുറയ്ക്ക് നമുക്കതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് അറിയാത്തത് എന്നുള്ളത്. ഇപ്പോൾ നമ്മളുടെ കേരളത്തിലെ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ കൂടുതലായിട്ട് മെൻ്റൽ ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം ഗവൺമെൻറ് തലത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു അവയർനെസ്, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ തന്നെ കൗൺസിലിംഗ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിന് കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും ഈ കാര്യത്തിൽ വളരെ പുറകിലാണ്. നമുക്ക് വിദേശ രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവർക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അതിന് വളരെ പെട്ടെന്ന് തന്നെ അതിന് പ്രതിവിധി അവർ കണ്ടെത്തുന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ വിദ്യാഭ്യാസം ഏറെ മുന്നിട്ട് നിൽക്കുന്ന നമ്മൾ ചിന്തിക്കുമ്പോൾ പറയുമ്പോഴും ഈ കാര്യത്തിൽ വളരെ പിന്നിലാണെന്നുള്ളതാണ്. നിസാര കാര്യങ്ങൾ ഓർക്കക്കുറവോ അതുപോലെ തന്നെ ആവർത്തിച്ച് വരുന്ന നെഗറ്റീവ് ചിന്തകളോ അതുമല്ലെങ്കിൽ കുറ്റബോധമോ സങ്കടമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ അതിന് ഇനീഷ്യലി നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടുകൊണ്ട് അത് നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നതല്ല. അതെല്ലാം അങ്ങനെ വെച്ച് നീട്ടി അവസാനം അത് പിടിവള്ളി വിടുമ്പോൾ മാത്രമാണ് നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരുന്നതും. ആ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ നമുക്കതിനെ കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരു മെഡിസിൻ ഇല്ലാതെ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അത് എത്തിപ്പെടുന്നുള്ളൂ. മറിച്ച് അതിന് നേരത്തെ കൂട്ടി വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ നേരത്തെ കൂട്ടി അതിനെ ഒരു അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ റാഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. പഴയ മെൻ്റൽ കറേജിലേക്ക്, അല്ലെങ്കിൽ പഴയ മുന്നേ അനുഭവിച്ചിരുന്ന സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും മാനസികാരോഗ്യത്തിലേക്കും നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ളത്. അതിന് തീർച്ചയായിട്ടും ഉപകരിക്കുന്നതാണ് കൗൺസിലിംഗ്, സൈക്കോ തെറാപ്പിയോ ഒക്കെ തന്നെ എന്നുള്ളതാണ്.